കാര്യം ശ്രദ്ധിച്ചോണേ. ഒന്ന്, ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഏത് പ്രതിസന്ധിയുടെ മധ്യേ ആദ്യം ചെയ്യേണ്ടത് മൊബൈൽ കയ്യിലെടുക്കുമല്ല, ആദ്യം ചെയ്യേണ്ടത് മുട്ടുകുത്തി പ്രാർത്ഥിച്ച്, ദൈവമേ അങ്ങയുടെ കരം നീട്ടി ഈ പ്രശ്നത്തെ മധ്യേ ദൈവം പ്രവർത്തിക്കണമേ. രണ്ടാമത് ചെയ്യേണ്ടത് വേറെ ആരെങ്കിലും ഒന്ന് വിളിക്കുക, വിളിച്ചിട്ട് പറ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ഇന്ന ഒരു വിഷയത്തിൽ ഞാൻ ഭാരപ്പെടുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലോട്ട് പോവോ മറ്റുള്ളവർ വിളിക്കുക വരുന്നതിന് ചെയ്യാവൂ എന്നുള്ളൊരു സജഷൻ. ആദ്യം മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. രണ്ടാമത് എത്ര വേഗം, ആരുടെ നമ്പർ ഇല്ലയോ ഇന്ന് തന്നെ പോകുന്നതിന് മുമ്പേ 1-2 പേരുടെ നമ്പർ എടുത്തുകൊണ്ട് പോകാവൂ കേട്ടോ. 2-3 പേരുടെ ഫോൺ നമ്പർ എടുക്കണം. ഉടനെ തന്നെ അവർ വിളിച്ചിട്ട് പറ, പ്രാർത്ഥിക്കുക, എനിക്കൊരു വിടുതൽ ആവശ്യമുണ്ട്, എനിക്ക് സൗഖ്യം ആവശ്യമുണ്ട്, ദൈവത്തിൻ്റെ പ്രവൃത്തി എനിക്ക് അനുഭവിക്കണം, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കണം. ഈ പ്രതിസന്ധിയുടെ മധ്യേ എനിക്ക് പിടിച്ചു നിൽക്കാൻ അറിയത്തില്ല, എനിക്ക് പിടിച്ചു നിൽക്കാൻ ഒക്കത്തില്ല, എന്നാലും ദൈവം എൻ്റെ കൂടെ ഉണ്ട്, എന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. രണ്ടാമത്തെ കാര്യം അറിയിക്കാൻ താല്പര്യപ്പെടുന്നത് ഇതാണ്. ഈ ഒരു സന്തോഷം, ഈ ഒരു പദവി പ്രശ്നമില്ലാത്ത ജീവിതമൊന്നുമല്ല. നമുക്ക് എല്ലാവർക്കും ഇഷ്ടംപോലെ പ്രശ്നമുണ്ട്, പ്രശ്നമില്ലാത്ത ജീവിതമല്ല. എന്നാലും ഞാനീ പറഞ്ഞ ഈ ഒരു വലിയൊരു പദവി അനേകർക്ക് ഇല്ല. യേശുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ മടിക്കരുതേ. നമ്മളാരും യേശുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ മടിക്കരുതേ. ഹരീഷ്, സരിത, കുഞ്ഞുങ്ങൾ, നിങ്ങളും ആരോടും മടിക്കരുത് യേശുവിനെക്കുറിച്ച് പറയാൻ. യേശു എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും യേശുവിനെക്കുറിച്ചൊരു വാക്ക് പറയാൻ മടിക്കരുത്. എന്തിനാണെന്നറിയാമോ? യേശുവിന് ഏതാണ്ട് പബ്ലിസിറ്റി വേണമെന്നല്ല, അതല്ല വിഷയം. അവരുടെ ജീവിതത്തിലൊരു വിടുതൽ വേണമെങ്കിൽ, അവരുടെ ജീവിതത്തിലൊരു അനുഗ്രഹം വേണമെങ്കിൽ, അവരുടെ ജീവിതത്തിലൊരു സൗഖ്യം വേണമെങ്കിൽ, അവരുടെ ജീവിതത്തിലൊരു രൂപാന്തരം കാണാൻ താല്പര്യപ്പെടുന്നോ, യേശുവിന് അത് ചെയ്യാൻ ഒക്കും. അതുകൊണ്ടാണ്. സ്തോത്രം. ഇനി നമുക്ക് വായിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം, അതിൻ്റെ 11 തൊട്ട് 32 വരെയുള്ള വാക്യങ്ങൾ. ഇച്ചിരി ദീർഘമായിട്ടുള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇത് കേൾക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഓക്കെ, മൈക്ക് ഓണാക്കിയിട്ടുണ്ടല്ലോ. ഓക്കെ, ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം, അതിൻ്റെ 11 തൊട്ട് 32 വരെ ഉള്ള വാക്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോ. ബൈബിൾ ഉണ്ടെങ്കിൽ ബൈബിൾ തുറന്ന് നിങ്ങളും അതിൻ്റെ കൂടെ ഇത് വായിക്കണം. പിന്നെയും അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പാ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരയണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു വസ്തു നാനാവിധമാക്കി കളഞ്ഞു. എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിനക്ഷാമമുണ്ടായിട്ട് അവന് മുട്ടുവന്നു തുടങ്ങി. അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തിനെ ചെന്ന് ആശ്രയിച്ചു. അവൻ അവനെ തൻ്റെ വയലിൽ പന്നികളെ മേയ്പ്പാൻ അയച്ചു. പന്നി തിന്നുന്ന വാളവഴ കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു. എങ്കിലും ആരും അവന് കൊടുത്തില്ല. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ചു ശേഷിച്ചിരിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തിനെ പോലെ എന്നെ ആക്കേണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. ദൂരത്തു നിന്ന് അപ്പൻ അവനെ കണ്ടു മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കഴുത്തു കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. മകൻ അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അപ്പൻ തൻ്റെ ദാസന്മാരോട്, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പീൻ. ഇവൻ്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവീൻ. തടിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറപ്പീൻ. നാം തിന്ന് ആനന്ദിക്കാം. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. അവൻ്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ വന്ന് വീട്ടിനോടടുത്തപ്പോൾ വാദ്യവും നൃത്തഘോഷവും കേട്ടു. ബാലിക്കാരിൽ ഒരുത്തിനെ വിളിച്ച്, ഇതെന്ത് എന്ന് ചോദിച്ചു.
അവൻ അവനോട്, നിന്റെ സഹോദരൻ വന്നു, നിന്റെ അപ്പൻ അവനെ സൗഖ്യത്തോടെ കിട്ടിയതുകൊണ്ട് തടിച്ചു കാളക്കുട്ടിയെ അറുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കോപിച്ച് അകത്തു കടപ്പാൻ മനസ്സില്ലാതെ നിന്നു. അപ്പൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ അവനോട്, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്കൊരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. വേശ്യമാരോടുകൂടി നിന്റെ മുതൽ തിന്നുകളഞ്ഞ ഈ നിന്റെ മകൻ വന്നപ്പോഴേക്കോ തടിച്ചു കാളക്കുട്ടി അവനു വേണ്ടി അറുത്തുവല്ലോ എന്നുത്തരം പറഞ്ഞു. അതിന് അവൻ അവനോട്, മകനെ, നീ എപ്പോഴും എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളതെല്ലാം നിൻ്റേതാകുന്നു. നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. ഇന്നൊരു കഥ പറയാൻ താല്പര്യപ്പെടുന്നു. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു, 2 ആമക്കൾ. ഇളയ മകൻ അപ്പനോട് പറഞ്ഞു, പിതാവേ, എനിക്ക് കിട്ടേണ്ട വീതം ഇപ്പോഴേ ഇനി തന്നേര്. നമുക്കറിയാം പിതാക്കന്മാരുടെ വീതം കിട്ടുന്ന എന്നാ? ഒരു മരിക്കുമ്പോഴാണ്. അപ്പോഴാ മകൻ അപ്പനോട് പറയുക, നിങ്ങൾ മരിച്ച പോലെ തന്നെ ആയിക്കോട്ടെ, നിങ്ങളെ എനിക്കിനി വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് കിട്ടാനുള്ള ഇനി തന്നേര്. അപ്പന് അതിന് ഒരു എതിർപ്പ് പോലും പറഞ്ഞായിട്ട് ഈ കഥ കാണുന്നില്ല അല്ലേ? ഈ കഥ ശ്രദ്ധിച്ച് കേട്ടല്ലോ, വായിച്ചല്ലോ. ഒരു എതിർപ്പ് പോലും പറഞ്ഞായിട്ട് കാണുന്നില്ല. വീതിച്ച് ആ മകന് കൊടുത്തു. ആ മകൻ എന്ത് ചെയ്തു? ഒരു ദൂരസ്ഥലത്ത് പോയി. എന്തിനാ ദൂരസ്ഥലത്ത് പോയത്? ദൂരസ്ഥലത്താവുമ്പോൾ അദ്ദേഹത്തെ അറിയാവുന്ന ആൾക്കാരൊന്നും ഇല്ല. അദ്ദേഹം ഒരു അന്യനാണ്. അദ്ദേഹത്തിൻ്റെ ദേശത്ത് ഒരു പാപമായിട്ടുള്ളൊരു ജീവിതം, അല്ലെങ്കിൽ ഒരു നാശകരമായിട്ടുള്ളൊരു ജീവിതം അദ്ദേഹത്തിൻ്റെ ദേശത്ത് ജീവിച്ചാൽ 2 പേര് ചോദിക്കും, എന്തുവാ ചെയ്യുന്നത്, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പറഞ്ഞ് ആരെങ്കിലും ചോദിക്കും. ആരെങ്കിലും അദ്ദേഹത്തെ ശാസിക്കാൻ ഉള്ള അധികാരമുള്ളവരുമുണ്ട്, സാധ്യതയുണ്ട്. അതൊന്നും ആവശ്യമില്ല. ഇവരെ ആരും എനിക്ക് വേണ്ട, ഒരു തടസ്സവും എനിക്ക് വേണ്ട, എൻ്റെ ഇഷ്ടം പോലെ സന്തോഷിച്ച് ജീവിതം എൻജോയ് ചെയ്ത് എനിക്ക് ജീവിക്കാം എന്നുള്ള ചിന്തയിൽ അദ്ദേഹം എന്ത് ചെയ്തു? ദൂര സ്ഥലത്ത് പോയി. ആ ദൂര സ്ഥലത്ത് പോയിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം നശിപ്പിച്ചു. വളരെ മോശമായിട്ടുള്ള ജീവിതം. അതിൽ പറഞ്ഞേക്കുന്നത് അദ്ദേഹത്തിനുള്ളതെല്ലാം ചെലവഴിച്ചു. ചിന്തിച്ചു നോക്കണേ, അപ്പൻ്റെ സ്വത്ത്, അപ്പൻ ഇത്രയും നാളും ശേഖരിച്ചു വെച്ചിട്ടുള്ളതും അധ്വാനിച്ചിട്ടുള്ള എല്ലാത്തിൻ്റെ ഫലം അതിൻ്റെ പകുതി ഈ മകന് കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് അവൻ പോയതാണ്. അതെല്ലാം തീർന്നു, സ്പെൻഡ് ചെയ്തു. ചിന്തിച്ച് ചോദിക്കുക, എങ്ങനത്തെ ഒരു ജീവിതമായിരിക്കണം? അതെല്ലാം തീർക്കണമെങ്കിൽ ജീവിതം സന്തോഷിച്ച് അടിച്ച് പൊളിച്ച് ജീവിച്ച് ഉള്ള പൈസ എല്ലാം തീർന്നു. തീർന്നു കഴിഞ്ഞപ്പോഴെന്ത് സംഭവിച്ചു? ആ ദേശത്ത് ഒരു ക്ഷാമമുണ്ടായി. ഒരു ഇംഗ്ലീഷിലൊരു പദമുണ്ട്, Satan is a hard taskmaster. He will promise you the world and destroy your life step by step. സാത്താൻ ചെയ്യുന്ന എന്താണെന്നറിയാമോ? അനേക വ്യക്തികളെ സാത്താൻ വിളിച്ചിട്ട് പറയും, ഞാൻ നിനക്ക് വലിയൊരു സന്തോഷകരമായിട്ടൊരു ജീവിതം തരാം, ഞാൻ നിനക്ക് ഏറ്റവും നല്ല ഉല്ലാസവും സന്തോഷവും ആഹ്ലാദവും നിറഞ്ഞ ഒരു ജീവിതം തരാം, നീ എൻ്റെ കൂടെ വാ, ജീവിതം ഒന്ന് അടിച്ച് പൊളിച്ച് സന്തോഷിച്ച് ജീവിക്കാം, എൻ്റെ വഴിയാ വാ, എൻ്റെ കൂടെ വാ, എൻ്റെ പാതയിൽ വാ എന്ന് പറഞ്ഞ് സാത്താൻ അനേകരെ വിളിക്കുന്നുണ്ട്. കാരണം ആ പറയുന്ന ഓഫർ വളരെ നല്ലൊരു ഓഫറാണ്. നമുക്കറിയാം, ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ വിൽക്കാൻ വേണ്ടി ഒരു ഓഫറും കൊണ്ട് വരുമ്പോൾ ഈ ഓഫറുണ്ട് ആ ഓഫറുണ്ട് കേൾക്കുമ്പോൾ അയ്യോ ഇതെല്ലാം എനിക്ക് ഞാൻ തരാൻ റെഡി ആയിട്ടിരിക്കുക, ഇതെല്ലാം സൗജന്യമായിട്ട് എനിക്ക് കിട്ടുമെന്ന് നമ്മൾ ചിന്തിക്കും. അതേപോലെ സാത്താനും നമുക്ക് ഓഫർ തരുക, സന്തോഷവും അനേക കാര്യങ്ങൾ തരും. ഇതെല്ലാം താൽക്കാലികമായിട്ട് സത്യമാണ്. താൽക്കാലികമായിട്ടൊരിച്ചിരി സന്തോഷവും ആശ്വാസവും ഇതൊക്കെ കാണും താൽക്കാലികമായിട്ട്. എന്നാലും കുറച്ച് കഴിയുമ്പോൾ അതേ സാത്താൻ തന്നെ നമ്മുടെ ജീവിതം നശിപ്പിച്ച് തകർന്ന് തരിപ്പണമാക്കും. കുറച്ച് നാൾ മുമ്പേ ഞാനൊരു കുടുംബത്തിൻ്റെ കഷ്ടത
തകർച്ച, വേദന, ബുദ്ധിമുട്ട്, അതിന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കാത്ത പ്രയാസം, അത് ഞാൻ കണ്ടപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഇവരെ ഒന്ന് വിടുവിക്കണമേ. അന്ന് ഞാൻ കേട്ട ശബ്ദം ഇതാണ്, ഇപ്പോഴേ അല്ല, കുറച്ച് സമയം കൂടെ ഉണ്ട്. അത്രയും നാൾ കഴിഞ്ഞ ശേഷം ദൈവം ആ ഭവനത്തെ സന്ദർശിച്ച് ദൈവം അവരെ വിടുവിച്ചു. കാരണം എന്താ? ആ സാത്താൻ കൊടുത്ത ഓഫർ, ക്ഷമിക്കണം ഞാനിങ്ങനെ പറയുന്നത്, ആ സാത്താൻ കൊടുത്ത ഓഫർ സ്വീകരിച്ചിട്ട് ദൈവം പറയുന്നു, നീ സ്വീകരിച്ചല്ലയോ, അവന്ന് എൻജോയ് ചെയ്താട്ട്, അവന്ന് ജീവിച്ചാട്ട്. എന്നാലും അത് എൻജോയ് ചെയ്ത് ജീവിക്കുന്നതിൻ്റെ അന്ത്യം താഴോട്ട് പോകുന്നത് അതിൻ്റെ കാഠിന്യം മാത്രമല്ല, അതിനൊരു കാലഘട്ടം കൂടുണ്ട്. പലരും അത് മനസ്സിലാക്കുന്നില്ല. ഈ പൈതൽ, ഈ ചെറുപ്പക്കാരൻ അത് മനസ്സിലാക്കിയില്ല. അദ്ദേഹം എന്ത് ചെയ്തു? സാത്താൻ കൊടുത്ത ഓഫർ സന്തോഷത്തോട്, ഞാനിന്ന് അടിച്ച് പൊളിച്ച് ജീവിക്കാൻ പോവാം, ഇനിയും കിടക്കുന്നല്ലോ, ജീവിതം മുഴുവനും കിടക്കുന്നു, എൻ്റെ മുമ്പാകെ കിടക്കുന്നു. ചെറുപ്പക്കാരൻ നോക്കുമ്പം ജീവിതം ഇനി എത്ര നാളുണ്ട്. ഇച്ചിരി പ്രായമായവരോട് ചോദിച്ചാൽ, ഇച്ചിരി നരച്ച മുടിയുള്ളവരോടൊന്ന് ചോദിച്ചു നോക്കണം. എനിക്ക് വലിയ നരച്ച മുടിയൊന്നുമില്ല, എന്നാലും ഇച്ചിരി നരച്ച മുടിയുള്ളവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും, ജീവിതം പെട്ടെന്ന് അങ്ങ് പോവുമേ. നിങ്ങൾ ചിന്തിക്കുന്ന പോലൊന്നും അല്ല, പെട്ടെന്ന് ജീവിതം അങ്ങ് പോവും. ചെറുപ്പത്തിൽ നമ്മൾ ചിന്തിക്കും, അയ്യോ ഇനി എത്ര നാൾ കിടക്കുന്നു എനിക്ക് ജീവിക്കാൻ, ഇനിയും സന്തോഷിക്കാൻ, എനിക്ക് അടിച്ച് പൊളിച്ച് ജീവിക്കാൻ എത്ര നാൾ കിടക്കും. അങ്ങനല്ല, സമയം പെട്ടെന്ന് അങ്ങ് പോവും. സാത്താൻ്റെ ഓഫറിൻ്റെ പുറകെ പോയി ഈ ഒരു ചെറുപ്പക്കാരൻ, അവൻ്റെ കഷ്ടതയിൽ അവനൊരു മനസ്സിനൊരു മാറ്റം, ഒരു ചിന്തയ്ക്കൊരു ചേഞ്ച് അവിടെ വന്നു. അവൻ തന്നെ ചിന്തിച്ചു, അയ്യോ ഞാനിവിടെ ആഹാരമില്ലാതെ കഷ്ടപ്പെടുന്നു, കിട്ടിയ ജോലി പന്നികളെ തീറ്റാനാണ്. അവൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ അനേക സെർവൻസ് ഉണ്ട്, ദാസന്മാരുണ്ട്, വേലക്കാരുണ്ട്, ജോലിക്കാരുണ്ട്, എല്ലാം ഉണ്ട്. അവരുള്ള പണിയെല്ലാം ചെയ്തോളും. ഇവനിവിടെ കിട്ടിയ ജോലി എന്തുവാ? പന്നികളെ തീറ്റാൻ. പന്നിക്ക് കൊടുത്ത ആഹാരം, അവൻ്റെ ആ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് അവൻ ഓർത്തു, ഇതിലെ കുറച്ച് തിന്നായിരുന്നെങ്കിൽ തിന്നാൻ ഒക്കുമോ, അവർ സമ്മതിക്കുമോ? പന്നിക്ക് വേണ്ടിയുള്ള ഇവൻ തിന്നാനുള്ളതാണോ? ആ ഒരു ലെവലിലെത്തി. ആ ലെവലിലെത്തിയപ്പോൾ അവൻ പറഞ്ഞു, അയ്യോ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ആ വേലക്കാർ, ആ ദാസന്മാർ, അവർക്കൊക്കെ ആഹാരം ആവശ്യത്തിനുണ്ട്, ഞാനിവിടെ കിടന്ന് പട്ടിണി കിടക്കുന്നല്ലോ. എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം, എൻ്റെ വീട്ടിലോട്ട് പോകാം, എൻ്റെ പിതാവിൻ്റെ അടുത്തോട്ട് പോയിട്ട് ഞാൻ പറയാം, ഞാൻ അങ്ങനെ ഒരു വേലക്കാരനെ പോലെ ഞാൻ ജീവിച്ചോളാം, വീട്ടിൽ അവിടെ ഒരു വേലക്കാരനായിട്ട് ഞാൻ ജീവിച്ചോളാം. കാരണം കിട്ടേണ്ട വീതം സ്വത്ത് എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയി അതെല്ലാം നശിപ്പിച്ചതാ. അപ്പം അതിന് തിരികെ കിട്ടാൻ ഒന്നുമില്ല. ഇനി എന്ത് കിട്ടാനാ? മൂത്ത ചേട്ടൻ്റെതാ ബാക്കിയെല്ലാം. ഇനി അവിടുന്ന് ഒന്നും ചോദിക്കാനുമില്ല, ഒന്നും ചോദിക്കാനില്ല, ഒരധികാരമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു സെർവൻ്റായിട്ട്, ഒരടിമയായിട്ട്, ഒരു വേലക്കാരനായിട്ട്, ജോലിക്കാരനായിട്ട് വീട്ടിൽ പോയി താമസിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ പോയതാണ്. അറിയാമല്ലോ കഥ, കേട്ടല്ലോ. വീട്ടിലോട്ട് പോയപ്പോൾ പിതാവ് എന്ത് ചെയ്തു? ദൂരത്തുനിന്ന് ഇവൻ വരുന്നത് കണ്ടു. ഈ മകൻ വരുന്നത് ദൂരത്തുനിന്നേ പിതാവ് കണ്ടു. പിതാവിന് എന്തോ പ്രായമുണ്ടെന്ന് എനിക്കറിയത്തില്ല, കാഴ്ചയ്ക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് കാണുമായിരിക്കും. അന്ന് ഗ്ലാസും കണ്ണാടിയും ഒന്നും കാണത്തില്ല, അപ്പം കാഴ്ചയ്ക്ക് ഇച്ചിരി പ്രയാസമൊക്കെ കാണുമായിരിക്കും. എന്നാലും ആ പിതാവിൻ്റെ നോട്ടത്തിൽ ഉടനെ മനസ്സിലായി, എൻ്റെ മകൻ്റെ
രൂപം, എൻ്റെ മകൻ്റെ നടക്കുന്ന രീതി ഓരോന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു? ആ പിതാവ് ഓടിച്ചെന്ന് മകനെ സ്വീകരിക്കുന്നു. അന്നത്തെ കാലത്ത് ഈ കഥ വായിക്കുമ്പോൾ, ഈ യേശു പറഞ്ഞ ഉപമ വായിക്കുമ്പോൾ, ഇതൊരു സ്റ്റാറ്റസ് ഉള്ള ഒരു പിതാവ് കേട്ടോ. ജസ്റ്റ് ഒരു സാധാരണ പിതാവെന്നല്ല, ഒരു കുറേ സ്വത്തും ഒരു സ്ഥാനവും ഒരു സമൂഹത്തിലൊരു സ്റ്റാറ്റസ് ഉള്ളൊരു പിതാവാണ് ഇത്. അദ്ദേഹം ഓടണമെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർ ചുമ്മാ അതിങ്ങനെ ഓടാൻ വേറെ ആരെങ്കിലും പറഞ്ഞു വിടും, എന്നിട്ട് പോയി അവനെ വിളിച്ചോണ്ട് വരാമെന്ന് പറയും. സാധാരണ അങ്ങനെ ചെയ്യുന്നത് അല്ലേ? വേലക്കാരെങ്കിലും പറഞ്ഞു വിടും, ചില പോയി വിളിച്ചോണ്ട് വരാൻ പറയും. അതിന് ആരും പറഞ്ഞില്ല. എന്ത് ചെയ്തു? ഈ അപ്പൻ എന്ത് ചെയ്തു? അദ്ദേഹം തന്നെ ഓടി മകൻ്റെ അടുത്തോട്ട് ചെല്ലുന്നു. യേശു പറഞ്ഞ ഉപമകളെല്ലാം സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിച്ചു. ഈ സ്വർഗരാജ്യം എങ്ങനാ, സ്വർഗരാജ്യത്തിൻ്റെ മനോഭാവം എങ്ങനാ, ചിന്താഗതി എങ്ങനാ, പ്രവൃത്തികൾ എങ്ങനാ, ഈ സ്വർഗരാജ്യത്തിൻ്റെ, ഈ രാജ്യത്തിൻ്റെ രാജാവ്, ഈ ഭൂമിയെ എല്ലാം സൃഷ്ടിച്ച രാജാവിൻ്റെ മനോഭാവം എങ്ങനാ, പ്രവൃത്തി എങ്ങനാ. നമ്മളായിരുന്നേ പറഞ്ഞേനെ, ആഹാ വേണ്ടി വരുന്നു, അവൻ ഇങ്ങോട്ട് വരട്ടെ, എനിക്ക് 2 പറയാനുണ്ട്, അവന് 2 കൊടുക്കണം, ഇങ്ങനെയൊക്കെയാണോ കാണിക്കണ്ടേ. നമ്മളെന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പറയാനായിരുന്നേനെ അല്ലേ? നമ്മൾ പറഞ്ഞേനെ അവൻ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ അങ്ങോട്ട് പോകാനോ? ഒരിക്കലുമില്ല, ഒരിക്കലും ഞാൻ പോലും അങ്ങനെ ചിന്തിക്കത്തില്ല. എന്നാലും സ്വർഗസ്വനായ പിതാവ് അതിൽ എന്നെപ്പോലല്ല. സ്വർഗസ്വനായ പിതാവ് എന്നെപ്പോലൊന്നും അല്ല കേട്ടോ. സ്വർഗസ്വനായ പിതാവ് കരുണ ഉള്ള പിതാവ് ഓടി മകൻ്റെ അടുത്തോട്ട് ചെല്ലുന്നു. അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് പിന്നെ ദാസന്മാരോട് കൽപ്പിക്കുന്നത് ഇന്ന കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ദാസന്മാർ കൽപ്പിക്കുന്നത്, ഇത് ചെയ്യുക, അത് ചെയ്യുക, അത് ചെയ്യുക. ഇവൻ കുളിച്ച് റെഡിയായി കഴിയുമ്പോഴത്തേക്ക് അവിടെ വലിയൊരു പാർട്ടി അവിടെ തുടങ്ങുക. വലിയൊരു സന്തോഷം, അപ്പൻ്റെ സന്തോഷം അവിടെ കാണിക്കുന്നു. ചിന്തിക്കാനൊക്കാത്ത ലെവലില്ല അപ്പൻ്റെ പ്രതികരണം. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ലെവലിലാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേ മൂത്ത മകൻ വയലിലായിരുന്നു. എവിടെയായിരുന്നു? മൂത്ത മകൻ വയലിലായിരുന്നു. വയലിൽ നിന്ന് മൂത്ത മകൻ മടങ്ങി വന്നിട്ട് ഒരു കാര്യം കേട്ടു. കേട്ടത് എന്തുവാ? സന്തോഷം, ഉല്ലാസവും, അവിടെ ഒരു പാർട്ടി നടക്കുന്നു. ഇതാ ആ മകൻ കേട്ടത്. എന്തുവാ? സന്തോഷം, അവിടെ ഉല്ലാസം, അവിടെ ഒരു സെലിബ്രേഷൻ നടക്കുന്നു. അതാ ഈ മൂത്ത മകൻ അത് കേട്ടപ്പോഴ് അവൻ്റെ കോപം നിറഞ്ഞു. ഒരു വ്യക്തി ക്രിസ്തുവിലാകുമ്പോൾ, ഒരു കുടുംബം ക്രിസ്തുവിലാകുമ്പോൾ ആ ഭവനത്തിൽ സന്തോഷം വരും, സമാധാനം വരും, ആഹ്ലാദം വരുന്നു. പ്രശ്നങ്ങളെല്ലാം മാറുന്നോ? ഇല്ല. വരുമാനം ഉടനെ തന്നെ അങ്ങ് വർദ്ധിക്കുന്നോ? ഇല്ല. എന്നാൽ കിട്ടുന്നൊരു കാര്യം ഇതാണ്: സന്തോഷം, സമാധാനം. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിനക്ക് സമാധാനം തരുന്നു. ഈ ലോകം തരുന്ന പോലുള്ള സമാധാനമല്ല ഞാൻ തരുന്നത് എന്ന് യേശു പറഞ്ഞു. ഞാൻ നിനക്ക് സമാധാനം തരുന്നു. സമാധാനം എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണോ സമാധാനം? അല്ല. ആ പ്രശ്നത്തിന് മധ്യേ ദൈവം നമ്മളെ നിലനിർത്തുന്നു. പ്രശ്നത്തിന് മധ്യേ ദൈവം നമുക്ക് സമാധാനം തരുന്നു. ആ പ്രശ്നത്തിന്, പ്രതിസന്ധിയുടെ മധ്യേ ദൈവം നമ്മളോട് പറയുന്നു, നിങ്ങൾ ഏത് അനുഭവിച്ചാലും ഞാൻ കൂടുണ്ട്. ഏത് പ്രതിസന്ധിയിലാണോ ദൈവം നമ്മളോട് പറയുന്നു, ഞാൻ കൂടുണ്ട്. ആര് നിന്നെ എതിർത്താലും ദൈവം പറയുക, ഞാൻ കൂടുണ്ട്, ഞാൻ കൂടുണ്ട്. ഹരീഷേ, ദൈവം കൂടുണ്ട്. എന്തനുഭവിച്ചാലും, വേറെ ആരും കൂടില്ലേലും
ലോകത്തിലുള്ള മനുഷ്യർ മൊത്തം നമ്മളിൽ നിന്ന് മാറിയാലും, ഇത്ര നാളും സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്ന കൂട്ടുകാരും സന്തോഷിച്ച് നമ്മുടെ കൂടെ നിന്നിട്ടുള്ളവർ അവരെല്ലാവരും മാറിയാലും ദൈവം പറയുന്നു ഞാൻ കൂടെ ഉണ്ട്. ദൈവം ശിഷ്യന്മാരോട് പറഞ്ഞു. എത്ര നാളാ? ലോകാവസാനത്തോളം. അത്രയൊന്നും നമ്മൾ പോലും ജീവിക്കത്തില്ലല്ലേ. നമ്മുടെ ജീവിതം അതിനു മുമ്പേ തീരും. എന്നാലും യേശു പറഞ്ഞ വാക്തത്വം ഇതാണ്, ലോകാവസാനത്തോളം ഞാൻ കൂടെ ഇരിക്കാം. കുഞ്ഞുങ്ങളും ഇത് മനസ്സിലാക്കണം കേട്ടോ. ലോകാവസാനത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ വർഷങ്ങൾ കിടക്കുന്നു ഇനി ജീവിക്കാൻ. വർഷങ്ങൾ കിടക്കുന്നു. അപ്പം ചിന്തിക്കും, അയ്യോ ഇനി ഒത്തിരി നാളുണ്ടല്ലോ ജീവിക്കാൻ എന്നൊക്കെ ചിന്തിക്കും. ലോകാവസാനത്തോളം കൂടെ ഇരിക്കാമെന്നുള്ള വാഗ്ദത്തം തന്ന ഒരു ക്രിസ്തുവാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പം ഈ ഒരു കുടുംബം, ഒരു വ്യക്തി ക്രിസ്തുവിലാകുമ്പോൾ ആ ഭവനത്തിലൊരു ഭയങ്കര ഒരു വ്യത്യാസം, സമാധാനം, സന്തോഷം ദൈവം നൽകുന്നു. പ്രശ്നങ്ങൾ മാറുന്നില്ലെങ്കിലും അതിൻ്റെ മധ്യേ ദൈവം ഒരു സമാധാനം ദൈവം നൽകുന്നു, ഒരു ഉറപ്പ്, ഒരു ധൈര്യം. മറ്റുള്ളവർ അത് കേൾക്കുമ്പോൾ, അത് കാണുമ്പോൾ, ഈ സന്തോഷം കാണുമ്പോൾ അവർ ചിന്തിക്കും, ഏതാണ്ട് പെശകുണ്ടല്ലോ, ഇവർക്ക് ഏതാണ്ട് പറ്റിയല്ലോ, ഏതാണ്ട് പ്രശ്നമുണ്ടല്ലോ ഇവിടെ. ഇത്ര നാളും ജീവിതം മുഴുവൻ തകർന്നെന്നാലും ആർക്കും ഒരു പ്രശ്നവുമില്ല കേട്ടോ. എന്നാലും ജീവിതത്തിലൊരു സന്തോഷം അനുഭവിക്കുമ്പോൾ ആൾക്കാരും ചോദിക്കും, എന്ത് പറ്റി ഇദ്ദേഹത്തിന്, എന്ത് പറ്റി, ഏതാണ്ട് പ്രശ്നമുണ്ടല്ലോ. ഇത്ര നാളും ആർക്കും ഒരു കുഴപ്പമില്ല, എന്നാലും ഇനിയും ആൾക്കാർ ചോദിക്കും എന്ത് പറ്റി. പലർക്കും ഒരു സംശയമാണ്. ഈ സന്തോഷം, മറ്റുള്ളവർ സന്തോഷിക്കുന്നത് കാണുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഇത് മലയാളികളുടെ ഒരു പ്രത്യേകതയാണ്. എല്ലാവർക്കും, മനുഷ്യർക്ക് എല്ലാവർക്കും ഉള്ളതാണ് അല്ലേ. അതൊരു ബുദ്ധിമുട്ടാണ് പലർക്കും, മറ്റുള്ളവർ സന്തോഷിക്കുന്നത് കാണുന്നത്. അങ്ങനെ അങ്ങ് ശരിയാകണ്ട, അങ്ങനെ അങ്ങ് നന്നാകണ്ട, അങ്ങനെ അങ്ങ് വളരണ്ട, അങ്ങനെ അങ്ങ് സന്തോഷിക്കണ്ട എന്നൊക്കെയുള്ള. വചനത്തിൽ എന്തുവാ നമ്മളെ പഠിപ്പിക്കുന്നത്? സന്തോഷിക്കുന്നവരുടെ കൂടെ നമ്മളും സന്തോഷിക്കുക, ദുഃഖിക്കുന്നവരുടെ കൂടെ എന്ത് ചെയ്യണം? നമ്മളും അവരുടെ കൂടെ ദുഃഖിക്കുക. ആ ദുഃഖത്തിൽ നിൽക്കുമല്ല, അവരൊന്ന് ധൈര്യപ്പെടുത്താനും കൂടെ ഒരു അവസരമുണ്ട് അല്ലേ. അതാ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ മൂത്ത മകൻ വന്നു, അവിടുത്തെ സന്തോഷം, അവിടുത്തെ ഉല്ലാസം, അവിടുത്തെ ബഹളം ഇതെല്ലാം കേട്ടപ്പോൾ അവൻ്റെ ഉള്ളിൽ സന്തോഷമല്ല, കോപമാണ്. അപ്പൻ അവൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മകനെ വാ, അകത്തോട്ട് വന്ന് സന്തോഷിക്കുക. എൻ്റെ മകൻ മരിച്ചിരുന്നു, അവനിപ്പം ജീവിച്ചു. ശരിയല്ലയോ? എത്ര വർഷം അവൻ പോയെന്നറിയത്തില്ല, എന്നാലും അപ്പൻ്റെ ചിന്തയിൽ മരിച്ചു കാണും. ജീവനോടുണ്ടോ എന്ന് പോലും ആർക്കറിയാം? പോയ പോക്കല്ലയോ, ആർക്കറിയാം എങ്ങനെ ഉണ്ടെന്ന്. എൻ്റെ മകൻ മരിച്ചു, ഇപ്പം ജീവിക്കുന്നു, ബാ നമുക്കൊന്ന് സന്തോഷിക്കാം. ഒക്കത്തില്ല, ഞാൻ വരത്തില്ല. എന്തുകൊണ്ടാണ്? ഞാൻ ഇത്ര നാളും ഒരടിമയെപ്പോലെ നിനക്ക് വേണ്ടി ജോലി ചെയ്തല്ലോ. ഈ മകൻ അപ്പനോട് പറയുക. അപ്പം പറഞ്ഞു, പിതാവ് പറഞ്ഞു, മകനെ എനിക്കുള്ളതെല്ലാം നിൻ്റെതല്ലയോ? അവൻ പറഞ്ഞല്ല, എൻ്റെ കൂട്ടുകാരനോട് ഒന്ന് സന്തോഷിക്കാൻ എനിക്കൊന്നും തന്നില്ലല്ലോ, ഇതൊന്നും ചെയ്തില്ലല്ലോ. ഉടനെ കംപ്ലൈൻറ്റാ, എനിക്കിത് കിട്ടിയില്ലല്ലോ, അത് കിട്ടിയില്ലല്ലോ, ഇത് തന്നില്ലയോ, അത് തന്നില്ലയോ. ഇവിടെ പിതാക്കന്മാരായിട്ടുള്ളവർ ചിലർക്കറിയാം, കുറച്ച് കഴിയുമ്പോൾ മക്കളൊക്കെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. ഇത് ചെയ്ത് ശരിയായില്ല, അത് ശരിയായില്ല, അങ്ങനെ ശരിയായില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, അങ്ങനെ പറഞ്ഞല്ലോ എന്നൊക്കെ കേൾക്കും. സാരമില്ല, അതൊക്കെ ഉള്ളതാ. ഈ മകനും ഉടനെ അതുപോലെ പറയുക. എന്നാലും വചനം നമ്മളെ പഠിപ്പിക്കുന്നത് എന്തുവാണെന്നറിയാമോ? സന്തോഷിക്കുന്നവരുടെ കൂടെ നമ്മൾ സന്തോഷിക്കുക. ഇളയ മകനൊരു പ്രശ്നം, ജീവിതം തകർന്നു, ഭവനത്തിൽ മടങ്ങി വന്നു. അപ്പൻ എന്ത് ചെയ്യുന്നു? ഒരു മകനായിട്ട് തന്നെ
സ്വീകരിക്കുന്നു. മൂത്ത മകനോ, ഒരു വ്യക്തിക്ക് കിട്ടിയ അനുഗ്രഹം, ഒരു വ്യക്തിക്ക് കിട്ടിയ സമാധാനം, ഒരു വ്യക്തിക്ക് കിട്ടിയ രൂപാന്തരം വേറെ ഒരു വ്യക്തിക്ക് അത് തടസ്സമായി തീർന്നു, ബുദ്ധിമുട്ടായി തീർന്നു. ലോകത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. നമ്മളിത് പ്രതീക്ഷിക്കണം. ചോദ്യങ്ങൾ വരും, ആൾക്കാർക്ക് സംശയങ്ങൾ വരും. ആൾക്കാർ പറയും, കേട്ടുണ്ടോ, ഓരോരുത്തരെ സ്നാനപ്പെടുത്തുന്നതിന് ഇത്ര ലക്ഷം രൂപ എന്നൊക്കെ കേട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ ഓരോ സംസാരങ്ങളുണ്ട്. സ്നാനപ്പെടുന്നവർക്കും ഇത്ര ലക്ഷം രൂപ കിട്ടും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതിന് കാരണമുണ്ട്. ഞാൻ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അതിന് കാരണമുണ്ട്, ഞാൻ പറയാം. കാരണം വർഷങ്ങളായിട്ട് ഞാൻ കാണുന്നതാണ്. തകർന്നിരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുടുംബം യേശുവിനെ സ്വീകരിച്ചു. യേശു ആ ഭവനത്തിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലുള്ള സമാധാനം, ഇപ്പം നമ്മൾ വായിച്ച പോലുള്ള ഉല്ലാസവും സമാധാനവും അവിടെ അനുഭവിക്കുന്നു. സമാധാനവും ഉല്ലാസവും ഒരു സ്ഥിരത ആ ഭവനത്തിൽ വരുന്നു. കുഞ്ഞുങ്ങളുടെ പഠനത്തിന് വ്യത്യാസം വരുന്നു. മദ്യപാനം നിൽക്കുന്നു. പൈസ നശിപ്പിക്കുകയും കളയുകയും അവിടെയും ഇവിടെയും വല്ലാത്ത ജീവിതത്തിൽ കൊണ്ട് കളയുന്ന അതെല്ലാം നിൽക്കുന്നു. വരുമാനം കൂടുന്നില്ല, എന്നാലും ഉള്ളത് ആ കുടുംബത്തിന് അനുഗ്രഹമായിത്തീരുന്നു. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആ കുടുംബത്തിനൊരു രൂപാന്തരം വരുന്നു. അവരുടെ വീട് വ്യത്യാസം വരുന്നു, വാഹനം വ്യത്യാസം വരുന്നു, എല്ലാം വ്യത്യാസം വരുന്നു. പണം കൂടുതൽ കിട്ടിയിട്ടൊന്നുമല്ല. അപ്പം പുറത്തു നിന്നുള്ള ആൾക്കാർ നോക്കുമ്പോൾ, ആഹാ, ഇവർ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം മാറുന്നല്ലോ, ഒരു 5-10 വർഷമായുള്ളല്ലോ, അപ്പോഴത്തേക്ക് എല്ലാം മാറുന്നല്ലോ. അതിൻ്റെ യാഥാർത്ഥ്യം എന്തുവാണെന്നറിയാമോ? ആൾക്കാരെങ്ങനെങ്കിലുമൊക്കെ തെറ്റിദ്ധരിക്കും. അത് സാരമില്ല, നമുക്കൊന്നും ആരെയും കറക്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല. എന്നാൽ എൻ്റെ യാഥാർത്ഥ്യം എന്തുവാ? എന്ത് കിട്ടിയത്? ക്രിസ്തുവിനെ കിട്ടി, യേശുവിനെ കിട്ടി. സ്തോത്രം. പണം കിട്ടിയാൽ ഒരിക്കലും തൃപ്തിയാകത്തില്ല. സ്തോത്രം. ലോട്ടറി അടിച്ച ആൾക്കാർ അവർ സന്തോഷത്തോടെ ഭയങ്കര വളർച്ചയിൽ അല്ല, ഒരിക്കലും അല്ല. ലോട്ടറി അടിച്ച മിക്കവാറും ആൾക്കാരുടെ ജീവിതം തകരുവായത്. ശ്രദ്ധിച്ചു നോക്കണം. അവരുടെ ജീവൻ തകരും. 10-20 വർഷം കഴിയുമ്പോൾ ഒന്ന് ഫോളോ ചെയ്ത് നോക്കണം. പല സ്റ്റഡീസും നടന്നിട്ടുണ്ട്. ലോകം മുഴുവനും ലോട്ടറി കിട്ടിയിട്ടുള്ള ആൾക്കാരുടെ സ്റ്റഡീസുണ്ട്. പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ല. ആക്ച്വലി അവരുടെ അവസ്ഥ അധപ്പതിച്ചു പോയിട്ടേ ഉള്ളൂ. ഞാൻ പണത്തിനെതിരെ അല്ല, അതല്ല വിഷയം. ഞാൻ പറഞ്ഞ ഇതാണ്, പണത്തെക്കാട്ടിലും മൂല്യമായിട്ടുള്ള വേറൊരു കാര്യമുണ്ട്. യേശു ക്രിസ്തു ഉണ്ട്. യേശു ക്രിസ്തു ഒരു ഭവനത്തിൽ വന്നു കഴിയുമ്പോഴത്തേക്ക്, യേശു ക്രിസ്തു ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് വരുന്ന രൂപാന്തരം, വരുന്ന അനുഗ്രഹം ഈ ലോകം മനസ്സിലാക്കാൻ ഒക്കത്തില്ല. അത് അനുഭവിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ ഒക്കത്തുള്ളൂ. ഇന്നലെ ഉപവാസപ്രാർത്ഥന വളരെ സന്തോഷമുള്ളൊരു അവസ്ഥയായിരുന്നു. മിനിഞ്ഞാന്നും വളരെ സന്തോഷം, വലിയൊരു ദൈവസാന്നിധ്യം. ആരെങ്കിലും അത് അനുഭവിക്കാൻ ഒത്തില്ലെങ്കിൽ അയ്യോ നിങ്ങൾക്ക് നഷ്ടമായിപ്പോയി. അടുത്ത മാസമുണ്ട് കേട്ടോ. ഭയങ്കര നഷ്ടമായിപ്പോയി. വലിയൊരു സന്തോഷവും അനുഗ്രഹമായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഞായറാഴ്ച ഉപവാസ പ്രാർത്ഥനകളിൽ ഡെയിലി ദൈവവചനം വായിക്കുകയും ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. എല്ലാവരും ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഇന്ന് സ്ഥാനപ്പെട്ട ഈ കുടുംബം മാത്രമല്ല, എല്ലാവരോടും പറയട്ടെ, എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും കുടുംബത്തിലുള്ള എല്ലാവരും ഒന്ന് വിളിച്ചു കൂട്ടി ബൈബിളെടുത്ത് ഏതെങ്കിലും ഒരു പാട്ട് പാടിയിട്ട് ബൈബിളിൽ ഒരു അധ്യായം വായിച്ചിട്ട് ഒരുമിച്ചൊരു വാക്കൊന്ന് പ്രാർത്ഥിക്കുക. അത്ര മതി. വലിയ നീണ്ട സമയമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. 10 മിനിറ്റ് മതി, 15 മിനിറ്റ് മതി. കുടുംബത്തിലുള്ള എല്ലാവരും വിളിച്ചു കൂട്ടി ഒരുമിച്ചിരുന്ന് ഒരു 10 മിനിറ്റ് മതി, ഒരു 15 മിനിറ്റ് ഒരുമിച്ചിരുന്നിട്ട് രാവിലെ വൈകിട്ടും പ്രാർത്ഥിക്കാൻ വേണ്ടി സമയമെടുക്കുക. ആ സമയത്ത് TV ഓഫ് ചെയ്യുക, റേഡിയോ ഓഫ് ചെയ്യുക, മ്യൂസിക്കോ എന്തൊക്കെയുണ്ടോ ഓഫ് ചെയ്യുക, ഫോണും ഒന്ന് മാറ്റി വയ്ക്കുക, എല്ലാം ഒന്ന് മാറ്റി വയ്ക്കുക. ഫോൺ കോൾ ആ സമയത്ത് വന്നാൽ എടുക്കുകയേ ചെയ്യണ്ട, പിന്നെ തിരിച്ചു വിളിക്കാം. കോളർ ID ഒക്കെ ഉണ്ടല്ലോ, പിന്നെ വിളിച്ചോളാം.
കാരണം ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ കുറച്ച് സമയം ചെലവഴിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്. സ്തോത്രം. അപ്പോൾ ഇളയ മകൻ പോയി, സന്തോഷിക്കാൻ പോയി, മടങ്ങി വന്നു. അപ്പൻ സ്വീകരിക്കുന്നു. മൂത്ത മകൻ കേട്ടു. വയലിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് ഇത് കേട്ടു. കേട്ടത് എന്തുവാ? സന്തോഷവും ഉല്ലാസത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു. അദ്ദേഹം സന്തോഷിക്കേണ്ടതായിരുന്നു, അതിന് പകരം കോപിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടായിത്തീർന്നു. ഇവൻ അനുസരണം കെട്ടവന്, എൻ്റെ ജീവിതം നശിപ്പിച്ചു, അപ്പൻ്റെ സ്വത്തെല്ലാം കൊണ്ട് നശിപ്പിച്ചു. ഇവനൊരിക്കലും ഇങ്ങനെ സ്വീകരിക്കേണ്ടതല്ല എന്ന് അവൻ പറഞ്ഞു. അവൻ ശരിയല്ലയോ? ശരിയാ. മൂത്ത മകൻ പറഞ്ഞത് ശരിയാ. ഒരിക്കലും അവന് അങ്ങനെ സ്വീകരിക്കേണ്ടതല്ല, അതിന് അർഹതപ്പെട്ടവനല്ലത്. യേശുക്രിസ്തു പറഞ്ഞ ഉപമകളെല്ലാം സ്വർഗരാജ്യത്തെക്കുറിച്ച് പറഞ്ഞു. സ്വർഗരാജ്യം ഈ ഭൂമിയിലുള്ള അപ്പന്മാരെക്കോട്ടുള്ള, ഈ സ്വർഗരാജ്യത്തിൻ്റെ പിതാവ് ഈ ഭൂമിയിലുള്ള അപ്പന്മാരെ പോലല്ല. ഞാൻ ആദ്യത്തെ പറഞ്ഞില്ലയോ, ഞാനതിങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. എന്നെ പോലല്ല സ്വർഗസ്ഥനായ പിതാവ്, നമ്മളെപ്പോലല്ല. സ്വർഗസ്ഥനായ പിതാവ് ആരാന്നേലും, ജീവിതം നശിപ്പിച്ചാന്നേലും തിരിച്ച് സ്വീകരിക്കാൻ റെഡിയായിരിക്കുന്ന ഒരു പിതാവാണ് നമുക്കുള്ളത്. അത് നമ്മൾ മറക്കരുത്. എപ്പോഴും ആ പിതാവുമായിട്ടുള്ള ബന്ധം നമ്മൾ പുലർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമായിട്ട്. അപ്പോഴീ മകൻ വന്നു, ഇതിൻ്റെ കാര്യങ്ങളെല്ലാം മൊത്തം തിരിഞ്ഞിരിക്കുന്നു. അപ്പോഴത്തേക്ക് ഇവന് ഭവനത്തിലോട്ട് കയറാൻ ഒക്കുന്നില്ല. എന്തായാലും ഒരു കാര്യമുണ്ട്, ഇളയ മകൻ സന്തോഷിക്കുക. അപ്പൻ തിരിച്ചെടുത്തു. ജീവിതം ഭയങ്കര ഒരു ചിന്തിക്കാനൊക്കാത്തൊരു അനുഗ്രഹം ലഭിച്ചു. ഒരിക്കലും സ്വപ്നം കണ്ടില്ലാത്തൊരവസ്ഥയിലോട്ട് വന്നു. എന്നാലും ആ ഇളയ മകൻ അടുത്ത ദിവസം എന്തു ചെയ്യണം? വയലിൽ പോകണം. മൂത്ത മകൻ പോയിരിക്കുക എന്നല്ലോ, ഇവനും പോകണം, വയലിൽ പോകണം. ജീവിതം നോർമലായിട്ട് പോകുന്നു. എന്നാലും അതിൻ്റെ വ്യത്യാസം എന്തുവാ? അപ്പൻ്റെ ഭവനത്തിൽ പാർക്കുന്നു. സ്തോത്രം. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് ഒരു ദൈവ പൈതലായി കഴിയുമ്പോഴത്തേക്ക് ആ ദൈവത്തിൻ്റെ ഭവനത്തിൽ ജീവിക്കുന്നവരാണ്. നമ്മളിനിയും പാർക്കുന്നത് അപ്പൻ്റെ ഭവനത്തിലാണ്. ഈ ഭൂമിയിലുള്ള ഒരു കാര്യവും നമുക്ക് അതിനെക്കാട്ടിലും ഉള്ള വാല്യൂ ഉള്ളത് ഒന്നുമില്ല. ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ ജീവിക്കുന്നു. എന്നാലും അപ്പൻ്റെ ഭവനം ഇവിടെയുള്ള ഭവനമല്ല. സ്തോത്രം. അപ്പൻ്റെ ഭവനം സ്വർഗത്തിലുള്ള ഭവനമാണ്. ഇവിടെ താൽക്കാലികമായിട്ട്, ടെമ്പററി റെസിഡൻസുമായിട്ട് നമ്മളിവിടെ താൽക്കാലികമായിട്ട് ജീവിക്കുന്നേ ഉള്ളൂ. ദൈവം നമുക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കുന്നുണ്ട്. യേശുക്രിസ്തു ഒരു വാഗ്ദത്തം ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോവാ. എന്തിനു വേണ്ടിയാ? നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കാൻ പോവാന്നാണ് യേശു പറഞ്ഞു. വായിച്ചിട്ടുണ്ടോ? യേശു പറഞ്ഞു, ഞാൻ പോവാ, നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കാൻ ഞാൻ പോവാ. എന്നാലും ഞാൻ പോയാൽ നിങ്ങളെ ഞാൻ അനാഥരായിട്ട് വിടത്തില്ല. ഞാൻ ഈ മടങ്ങി വരും. മടങ്ങി വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. യേശു പറഞ്ഞ വാഗ്ദത്തം ഇതാണ്. ഇനിയും യേശു മടങ്ങി വരും. ഒരു രണ്ടാം വരവുണ്ട്. യേശുവിൻ്റെ ഒരു രണ്ടാം വരവുണ്ട്. നമ്മളെ തിരിച്ചു വന്ന് ആ ഭവനത്തിലോട്ട് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി റെഡിയായിരിക്കും. അപ്പൻ്റെ അവസ്ഥയോ? തകർന്ന ഹൃദയത്തോടിരുന്നൊരു അപ്പനാണ് കേട്ടോ. സ്വർഗസ്ഥനായ പിതാവ് ഇപ്പോഴും തകർന്ന ഹൃദയത്തോട് ഈ ലോകത്തുള്ള അനേക ജനങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെന്ന് തിരിച്ചു വരും? നോക്കി 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 കാത്തിരിക്കുക, എന്ന് തിരിച്ചു വരും. ആ അപ്പൻ എന്ത് ചെയ്തിട്ടുണ്ടെന്നറിയോ? പരിശുദ്ധാത്മാവിനെ വിട്ടയച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, അപ്പൻ്റെ പല മക്കളെ ഇവിടെ ആക്കിയിട്ടുണ്ട്. ഈ ഇരിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ആ അപ്പൻ്റെ പല മക്കളെ ആക്കിയിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ഈ സന്ദേശം മറ്റുള്ളവരെ അറിയിക്കാൻ. അപ്പൻ നിങ്ങളോട് കോപിച്ചിരിക്കുവല്ല, അപ്പൻ നിങ്ങളോട് ദേഷ്യപ്പെട്ടിരിക്കുവല്ല, അപ്പൻ നിങ്ങളെ നശിപ്പിക്കാനിരിക്കുവല്ല. അപ്പന് എന്ത് ചെയ്യുക? നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി
തുറന്ന മനസ്സ്, തുറന്ന കനം, തുറന്ന ഹൃദയത്തോടെ സ്വീകരിക്കാൻ വേണ്ടി ഇരിക്കുവാണ്. ആ അപ്പൻ്റെ അടുത്തോട്ട് നിങ്ങൾക്ക് പോകാം. ആ അപ്പൻ്റെ അടുത്ത് പൂർണ്ണമായിട്ടുള്ള സമാധാനം കിട്ടും, പാപക്ഷമ കിട്ടും, രൂപാന്തരം കിട്ടും. ഇതെല്ലാത്തിനു വേണ്ടി അപ്പൻ റെഡിയായിട്ടിരിക്കുക. ആ ഒരു ദൗത്യം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ തകർന്ന ഹൃദയം, പിതാവിൻ്റെ തകർന്ന ഹൃദയം നമ്മൾ മറക്കരുത്. സ്തോത്രം. പലപ്പോഴും നമുക്ക് കിട്ടുന്ന അനുഭവത്തിൽ, അനുഗ്രഹത്തിൽ നമ്മൾ സന്തോഷിച്ചങ്ങ് പോവും. നമുക്ക് സമാധാനം കിട്ടി, എനിക്ക് അനുഗ്രഹം കിട്ടി, ഇനിയും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ ജീവിതം അങ്ങനെ ജീവിക്കാം. അല്ലല്ല, അങ്ങനെ ജീവിക്കാനുള്ളവരല്ല നമ്മൾ. തകർന്നിരിക്കുന്നവരെ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ളവരാണ്. പിതാവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുക കേട്ടോ. പിതാവിൻ്റെ മക്കളെ ഏൽപ്പിച്ചിരിക്കുക ആ ഒരു ദൗത്യം. സ്തോത്രം. ആ പിതാവ് ഇന്നും കാത്തിരിക്കുന്നു. ഇവിടെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ സ്വർഗസ്ഥനായ പിതാവിൻ്റെ സ്നേഹം, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പാപക്ഷമ, രൂപാന്തരം, അനുഗ്രഹങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് ഒരു നിമിഷം ദൈവഗ്രഹങ്ങളിൽ ജീവിതം ഒന്ന് സമർപ്പിക്കാം.